വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസിൻ്റെ 2024-25 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 1/2024 കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണാം കേട്ടോ. നമ്മൾ കോപ്പറേറ്റീവ് ലോ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് കോപ്പറേറ്റീവ് ലോ പഠിക്കണം, പിന്നെ കൂടാതെ നമ്മുടെ മെറ്റീരിയൽസ് റെഫർ ചെയ്യണം എന്നുള്ളവർ ആ ഗ്രൂപ്പിൽ അംഗമാവുക. അപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ ജോയിൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കോപ്പറേഷനിലെ ക്വസ്റ്റ്യൻസ് 771 ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 771 ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ. അതായത് നമ്മുടെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പണ്ട് നമ്മൾ 8 പഠിച്ചിരുന്നത്. ഇപ്പോൾ 9ാമത്തെ 2024 എന്ത് ചെയ്തു, 9ാമത്തെയും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഇയർ 1966 അപ്പോൾ നമുക്ക് എല്ലാം പഠിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ 9 പ്രാവശ്യമാണല്ലോ, 9 കോൺഗ്രസ് ആണല്ലോ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ 1966 കോട്ടയത്ത് ആകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. KR ഇളങ്കത്തായിരുന്നു അന്ന് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അത് നമുക്കറിയാം, അത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഫാക്ട് തന്നെയാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് 3 പ്രാവശ്യമാണ് കൂടിയിട്ടുള്ളത്. നമുക്ക് സ്ഥലം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. ട്രിവാൻഡ്രത്ത് 3 പ്രാവശ്യമാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കോട്ടയത്ത് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, 1966 KR ഇളങ്കത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് 3 പ്രാവശ്യം 1984 ട്രിവാൻഡ്രത്ത് കൂടിയിട്ടുണ്ട്, പിന്നെ 99 2024, അതായത് ഇപ്പോൾ അവസാനമായി നടന്നത് 9ാമത്തെ 2024 ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് നടന്ന വർഷങ്ങൾ നമ്മൾ പറഞ്ഞു 84, 99, 2024. 84, 99, 2024 3 വർഷം പറഞ്ഞു. ട്രിവാൻഡ്രത്ത് ആയിരുന്ന ആൾക്കാരെ, അതായത് ഹെഡും കൂടി പഠിക്കുകയാണെങ്കിൽ 84 തച്ചടി പ്രഭാകരനായിരുന്നു. വലിയ പേരാണ് അല്ലേ, തച്ചടി പ്രഭാകരൻ ട്രിവാൻഡ്രത്ത് നടന്നപ്പോൾ. 99 നടന്നപ്പം R പരമേശ്വരൻ പിള്ള, അതും വലിയ പേരാണ്, പിള്ള പ്രഭാകരൻ പിന്നെ പിള്ള. 2024 വലിയ പേര് തന്നെയാണ്, കോലിയങ്കോട് N കൃഷ്ണൻ നായരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 വർഷങ്ങളിലാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം എന്ന് വെച്ച് പഠിക്കുമ്പം 84, 99, 2024 തച്ചടി പ്രഭാകരൻ, പരമേശ്വരൻ പിള്ള, കോലിയങ്കോട് കൃഷ്ണൻ നായർ 3 ആളെയും പഠിക്കാം. അപ്പോൾ ആ 3 വർഷം കഴിഞ്ഞു. പിന്നെ ആദ്യത്തെ നമ്മൾ പഠിച്ചു 1966 കോട്ടയം KR ഇളങ്കത്ത്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 4 നമ്മുടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് 5 ഓർക്കാനുള്ളൂ. പിന്നെ എറണാകുളത്തേക്ക് വരാം. 2 പ്രാവശ്യം നടന്നിട്ടുള്ളത് എറണാകുളത്താണ്. പിന്നെ അപ്പോൾ എറണാകുളത്ത് പഠിക്കുമ്പം 76, 2007 കേട്ടോ. 76, 1976, 2007 പഠിക്കാം. അത് എറണാകുളം 2 പ്രാവശ്യമാണ് നടന്നത്. എറണാകുളത്ത് CK മണിയും 76 CK മണിയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരെ കൂടെ പഠിച്ചു വയ്ക്കുക. 76 CK മണിയും പിന്നെ എറണാകുളത്ത് നടന്നപ്പം നാരായണനുമായിരുന്നു പ്രസിഡന്റുമാരായിരുന്നത് കേട്ടോ. അപ്പോൾ 76 CK മണി, 2007 നാരായണൻ. അപ്പോൾ ജസ്റ്റ് വർഷം എഴുതിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്ത് എല്ലാം കിട്ടണം. ഓക്കെ. ട്രിവാൻഡ്രം 84, 99, 2024, എറണാകുളം 76, 2007. ഇത്രയും നിങ്ങൾ കോളം വരച്ച് എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ 76 മണിയും CK മണി, 2007 ആരായിരുന്നു, നാരായണനായിരുന്നു. പിന്നെ വരുന്നത്, പിന്നെ ഇതിലൊന്നും പെടാതെ 4 കൊല്ലം കിടക്കുന്നുണ്ട്. അത് കോട്ടയം നമ്മൾ പറഞ്ഞു 1966 നമ്മൾ പഠിച്ചതാണ്. പിന്നെ 3 ഉള്ളൂ. കോഴിക്കോട് ഒറ്റ പ്രാവശ്യം നടന്നിട്ടുള്ളൂ, 90 കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് 90കളിലെ കോഴിക്കോട് എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. കോഴിക്കോട് അപ്പക്കുട്ടിയായിരുന്നു കോഴിക്കോട് കേട്ടോ. 90 അപ്പക്കുട്ടി കോഴിക്കോട് ആലോചിച്ച് വെക്കുക. തൃശ്ശൂർ 2012 നടന്നത്. 2012 തൃശ്ശൂർ നാരായണനെ ഓർത്ത് വയ്ക്കുക. 12 തൃശ്ശൂർ നാരായണനെ ആലോചിച്ച് വയ്ക്കുക. 2018 പിന്നെ കണ്ണൂർ വെച്ച് നടന്നത്. കണ്ണൂരും കോലിയങ്കോട് കൃഷ്ണൻ നായർ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ, അതായത് ട്രിവാൻഡ്രം 3 വർഷം, എറണാകുളം 2 വർഷം, പിന്നെ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന 4 വർഷങ്ങളും ഉണ്ട്. 66, 90, 2012, പിന്നെ 2018. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർഡറിൽ എഴുതി വെച്ചാൽ, ഒരു ചെറിയ കോളായിട്ട് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് വെറുതെ നമ്മളൊരു മാർക്ക് കളയേണ്ട കാര്യമില്ല. എന്ത് ചോദിച്ചാലും കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്ന് നടന്നു, ആരായിരുന്നു ഹെഡ്, എവിടെ വെച്ച് നടന്നു, ഇത്രയും ഫാക്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സഹകരണ വീതി ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ. സഹകരണ വീതി മന്ത്ലി പബ്ലിക്കേഷൻ. ആരുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് സഹകരണ വീതി എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണോ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ആണോ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത് സഹകരണ വീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ധാര ആരുടെയാണ്? ധാര ഇൻസ്പെക്ടേഴ്സിൻ്റെയും കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സിൻ്റെയും ഒക്കെ ആണല്ലോ ധാര എന്നുള്ളത്. അതുപോലെ ജേണൽ വരുന്നുണ്ട്. ജേണൽ യൂണിയൻ്റെയാണ് ജേണൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ. അത് വളരെ നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻറ്റും ആണ്, നമുക്ക് ഹെൽപ്ഫുള്ളും ആണ്. അതായത് ഒരു മാർക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു മാർക്ക് തടയാനുള്ള ഇതാണ്. നിങ്ങൾ ഈ ഒരു പബ്ലിക്കേഷൻസൊക്കെ എപ്പോഴും ഓർത്തിരുന്ന് പഠിക്കുക കേട്ടോ. സഹകരണധാര, സഹകരണ വീതി, പിന്നെ അതുപോലെ തന്നെ വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വല്ല കോളം വരച്ച് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡാഷ്, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡാഷ് ആർ ദ ഷോറൂംസ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷോറൂം എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെയാണല്ലേ, നമുക്ക് അറിയണതുമാണ് സുരഭീനെ. അപ്പോൾ സുരഭിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. സുരഭി എന്നാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? 16/9/1964. 1964 എന്തായാലും പഠിക്കണം. പിന്നെ 16/9 പഠിക്കുക. പിന്നെ ഫങ്ഷൻ ചെയ്തത്, അതായത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21/9 വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 16/9 ഓർത്ത് വയ്ക്കുക, 21/9 ഓർത്ത് വയ്ക്കുക. അടുത്തടുത്തുള്ള ഒരു 5 ദിവസം, 5ാമത്തെ ദിവസം വർക്ക് ചെയ്തു എന്നുള്ള രീതിക്ക് ഓർത്ത് വെച്ചാൽ മതി. ഒരെണ്ണം പഠിച്ചിട്ട് പിന്നെ അടുത്ത 5ാമത്തെ ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. പിന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന്, സുരഭിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് സുരഭിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് നബാർഡാണ് കേട്ടോ. നബാർഡ് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് സുരഭിക്ക്. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. നബാർഡാണ് സുരഭിക്ക് എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക സഹായം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സുരഭി പോലെ തന്നെ, സുരഭി നമ്മൾ പറഞ്ഞു എന്ത് ആരുടെ ഷോറൂമാണെന്ന്, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ഷോറൂമാണ് സുരഭി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എപ്പോഴും ഡൗട്ട് വരുന്നതാണ് കൈരളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. കൈരളി ആരുടെ ഷോറൂമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ കൈരളി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, അതായത് കോർപ്പറേഷനാണ് കൈരളി. അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ കൈരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഷോറൂമാണ് കൈരളി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവരുടെ ഷോറൂംസാണ് ഈ കൈരളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, മറ്റേത് എറണാകുളത്താണ്, ഇത് ട്രിവാൻഡ്രത്തുമാണ്. അപ്പോൾ രണ്ടും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. വർഷം, സുരഭിയുടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 64, 16/9, 21/9 ഓർത്ത് വയ്ക്കുക. വർക്കിംഗ് ക്യാപിറ്റലിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്, കൈരളിയുടെ ട്രിവാൻഡ്രത്താണ്. കൈരളി ആരുടെ ഷോറൂമാണെന്ന് വെച്ചാൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് കേട്ടോ. മറ്റേത് നമ്മുടെ അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് കേട്ടോ, ഫെഡാണ് വരിക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ഫിക്സിങ് ദ സെല്ലിംഗ് പ്രൈസ് ലിറ്റിൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ച് സെല്ലിംഗ് പ്രൈസ് കൊടുക്കുന്ന രീതി കേട്ടോ. ഏത് പ്രൈസിങ് പോളിസിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെടുത്തി, കോർപ്പറേഷനായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആക്റ്റീവ് പ്രൈസ് പോളിസിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആക്റ്റീവ് പ്രൈസ് പോളിസിയാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആക്റ്റീവ് പ്രൈസ് പോളിസിയാണ്. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. NCDCയെ കണക്ട് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് എന്ത്, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? അത് NCDC ആണ്. അപ്പോൾ NCDCയുടെ ഫാക്ടറുകളൊക്കെ പഠിക്കണം കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോപ്പറേഷൻ ഒരു ക്രൈം ഈസ് എ ക്രൈം വെൻ ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. നല്ലൊരു കൊട്ടേഷനാണ്. ആരുടെ കൊട്ടേഷനാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ. ക്രൈം എന്ന് പറഞ്ഞത് ആരുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെക്കാം? മഹാത്മാഗാന്ധിയെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. കോപ്പറേഷൻ ഈസ് എ ക്രൈം വെൻ ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ആരാണ്? മഹാത്മാഗാന്ധിയെ ബന്ധപ്പെട്ടതാണ് കേട്ടോ.
അടുത്തത് വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി റെസ്പോൺസിബിൾ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് അതർ പ്രോസസ് ഓഫ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷനും മറ്റ് പ്രോസസ്സും ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണോ, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണോ, നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണോ, സെൻട്രൽ രജിസ്ട്രാർ ആണോ? അപ്പോൾ സെൻട്രൽ രജിസ്ട്രാർ ആണെന്ന് നമുക്കറിയാം അല്ലേ. സെൻട്രൽ രജിസ്ട്രാർ ആണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി റെസ്പോൺസിബിൾ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് അതർ പ്രോസസ് ഓഫ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ SPCS ആണ് കേട്ടോ. SPCS സെൽസ് ദെയർ ബുക്സ് ത്രൂ ദെയർ സെയിൽസ് ഡെപ്പോ. അവരുടെ ഡെപ്പോയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് SPCSൻ്റെ. NBS എന്നാണ് കേട്ടോ. TBS ഉണ്ട്, NBS ഉണ്ട്, പ്രഭാത് ബുക്സ് ഉണ്ട്, ദേശാഭിമാനി ബുക്സ് ഉണ്ട്. NBSലാണ് കൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സെയിൽസ് ഡിപ്പോയുടെ പേര് NBS എന്നാണ് കേട്ടോ. അപ്പോൾ ഈ SPCSമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് 1945 വർഷം ഓർക്കേണ്ടത്. കോട്ടയമാണ് ആസ്ഥാനം ഓർക്കേണ്ടത്. പിന്നെ അതേപോലെ എത്ര റൈറ്റേഴ്സ് കൂടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 റൈറ്റേഴ്സ് ജോയിൻ ടുഗദർ ഇൻ കോട്ടയം. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സാഹിത്യ പ്രവർത്തകം എന്ന് പറഞ്ഞാൽ. അതായത് ഓൺലി 1 റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് തന്നെയാണ് ഈ SPCS എന്ന് പറഞ്ഞാൽ. ഇതുപോലത്തെ ഒരെണ്ണം കോപ്പറേറ്റീവ് സെക്ടറിൽ വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1945 ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയമാണ്. ഓൺലി 1 ഒരൊറ്റ റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡിലുള്ളൂ. അത് നമ്മുടെ SPCS ആണ് കേട്ടോ. അതിങ്ങോട്ട് പിന്നെ സാഹിത്യ സഖ്യം എന്നായിരുന്നു ഒരു ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. MP പോൾ ആയിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു? നമ്മുടെ കാരൂർ നീലകണ്ഠപിള്ളയായിരുന്നു. നാഷണൽ ബുക്ക് സ്റ്റോൾ എന്ന NBS എന്നറിയപ്പെടുന്ന സെല്ലിംഗ് കൗണ്ടറിൽ കൂടെയാണ് അവർ വിൽക്കുന്നത്. അതാണ് ചോദിച്ചിട്ടുള്ളത് സെയിൽസ് ഡിപ്പോയുടെ പേര്. ആദ്യമായിട്ട് അവർ പബ്ലിഷ് ചെയ്ത ബുക്ക് 45 നമ്മുടെ തകഴിയുടെ കഥകൾ എന്ന് പറഞ്ഞ ബുക്കാണ് ആദ്യമായിട്ട് അവർ എന്ത് ചെയ്യുന്നത്. അന്ന് അത് കഴിഞ്ഞ് ഇന്ത്യ പ്രസ് SPCS ഇന്ത്യ പ്രസ് ഏറ്റെടുത്തു. NBS ബുള്ളറ്റിൻ അവരുടെ മന്ത്ലി ന്യൂസ് ബുള്ളറ്റിൻ ആണ് കേട്ടോ. SPCSൻ്റെ NBS ബുള്ളറ്റിൻ എന്നറിയപ്പെടുന്നത് അവരുടെ മന്ത്ലി ന്യൂസ് ബുള്ളറ്റിൻ ആണ്. അപ്പോൾ ഇതൊക്കെ അവരുമായി ബന്ധം. പിന്നെ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 14 അത് പ്രകാരമാണ് ഇവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അക്ഷര മ്യൂസിയം ഇവരുമായി ബന്ധപ്പെട്ടതാണ്. കോട്ടയത്തുള്ള അക്ഷര മ്യൂസിയം ഇവരുമായി ബന്ധപ്പെട്ട. അപ്പോൾ 12 റൈറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ വേണമെങ്കിൽ ചോദിക്കാം. 12 റൈറ്റേഴ്സ് വെറും 120 രൂപയ്ക്ക് തുടങ്ങിയതാണത് കേട്ടോ അന്ന്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചിലപ്പം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം 120 രൂപയാണ് അന്നത്തെ അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇനീഷ്യൽ ക്യാപിറ്റൽ 120 രൂപ, 12 റൈറ്റേഴ്സ്, 45 കോട്ടയം, MP പോൾ, കാരൂർ നീലകണ്ഠപിള്ള, സെല്ലിംഗ് കൗണ്ടറിൻ്റെ പേര് NBS, നാഷണൽ ബുക്ക് സ്റ്റോൾ, ഇന്ത്യ പ്രസ് അവർ ഏറ്റെടുത്തു. തകഴിയുടെ കഥകളാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞു കോട്ടയത്താണെന്ന്. രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടാ. അതിന്ന് ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ലാംസ് ആണ്. എന്താണ് ലാംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാംസിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ആണോ, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ആണോ? അപ്പോൾ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും എന്നുണ്ട്, വെറും സൊസൈറ്റീസും എന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളത് കൊടുക്കാം കേട്ടോ. അതാണ് കറക്റ്റ്. കോപ്പറേറ്റീവ് എന്നുണ്ട്. ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് തന്നെ ഉണ്ട് കേട്ടോ ലാംസിന്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫാക്ട് നമുക്ക് നോക്കാം. ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1974 ഒരു സ്റ്റാർട്ടിങ് 1974 കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരെ നാഷണൽ ഫെഡറേഷനാണ് ഈ ലാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ നാഷണൽ ഫെഡറേഷനാണ് ട്രിഫെഡ് കേട്ടോ. ലാംസ് നാഷണൽ ഫെഡറേഷൻ അല്ല, ഇതിൻ്റെ താഴത്തുള്ളതാണ് കേട്ടോ. ട്രിഫെഡാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഫെഡറേഷൻ. ഓക്കെ, എന്താണ് TRIFED, ട്രിഫെഡ് അവരുടെ അപ്പെക്സ് കേട്ടോ. അവർ സ്റ്റാർട്ട് ചെയ്തത് 87 കേട്ടോ. അതിന് മുമ്പ് തന്നെ ഇവരുണ്ട്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1974 തന്നെ ഇവരുണ്ട്. പക്ഷേ ഇവർക്ക് അപ്പെക്സ് തുടങ്ങുന്നത് 87 അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് 84 ആക്ട് പ്രകാരമാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 87 84 ആക്ട് പ്രകാരമാണ് ഇവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ട്രിഫെഡ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ട്രിഫെഡ് കേട്ടോ.
ട്രിഫെഡ് എന്തിൻ്റെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ട്രൈബൽ അഫയേഴ്സാണ്. പിന്നെ അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. ആർക്ക്? ട്രിഫെഡിന്. ട്രിഫെഡിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ പേര് ട്രൈബ്സ് ഇന്ത്യ എന്നാണ്. ചോദിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ട്രൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റ് നമ്മുടെ ട്രിഫെഡിനുണ്ട് കേട്ടോ. പിന്നെ ലാംസ് കേരളത്തിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംസ് പ്രസൻ്റ്ലി കേരളത്തിലില്ല. മധ്യപ്രദേശ് അങ്ങനത്തെ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇവരുടെ നാഷണൽ ലെവലാണ് ട്രിഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംസിൻ്റെ. അവരുടെ വർഷം നമ്മൾ പറഞ്ഞു 87 ഇവരുടെ വർഷം. ലാംസിൻ്റെ വർഷം 74 ആണെന്ന് പറഞ്ഞു. 87 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ ഔട്ട്ലെറ്റാണ് എന്ത്? ട്രൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ലാംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാംസുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആരാണ്? ബാവ കമ്മിറ്റിയാണ് അല്ലേ. അവരുടെ റിലേറ്റഡ് കമ്മിറ്റി എന്നാണ്, കോമഡി എന്നല്ല കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അവരുടെ റിലേറ്റഡ് കമ്മിറ്റിയാണ് എന്ത്? റിലേറ്റഡ് കമ്മിറ്റിയാണ് KS ബാവ കമ്മിറ്റി. 1971 കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് 1971 ഇയർ. 74 ഇവർ സ്റ്റാർട്ട് ചെയ്തു. എസ്റ്റാബ്ലിഷ് ഇയർ 74 കമ്മിറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. ബാവ കമ്മിറ്റി 1971 റിലേറ്റിംഗ് ടു ലാംസ് കേട്ടോ. അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് NCDC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലാംസിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടി. ലാംസിൽ എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾ പഠിച്ചു? 1974 പഠിച്ചു. പിന്നെ അവരുടെ അപ്പെക്സ് ട്രിഫെഡ് ആണെന്ന് പഠിച്ചു. റിലേറ്റഡ് കമ്മിറ്റി KS ബാവ കമ്മിറ്റിയാണ്. അതിൻ്റെ വർഷം 1971. NCDC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ ലാംസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രിഫെഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് ലാംസിൻ്റെ അപ്പെക്സ് ആണ് ട്രിഫെഡ് എന്ന് പഠിച്ചു. 1987 ട്രിഫെഡ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ കീഴിലാണ് ട്രിഫെഡ് ഉള്ളത്. അവർ ഔട്ട്ലെറ്റിൻ്റെ പേരാണ് ട്രൈബ്സ് ഇന്ത്യ എന്നത്. അവർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്രയും പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗം SC/ST ഫെഡ്. ഈ ഒരു റിലേറ്റഡ് ലാംസ് പോലെ തന്നെയാണ് SC/ST ഫെഡ്. SC/ST ഫെഡ് നോക്കുകയാണെങ്കിൽ 1981 ട്രിവാൻഡ്രം ആസ്ഥാനമാക്കിയിട്ടാണ് SC/ST ഫെഡ് വന്നത്. ഫെഡിന് 2 ടയർ സംവിധാനമാണ് SC/ST ഫെഡിനുള്ളത്. അതായത് SC/ST ഫെഡ് അപ്പെക്സിൽ ട്രിവാൻഡ്രത്തെ ആസ്ഥാനമായി വർക്ക് ചെയ്യുമ്പം താഴെ അവരുടെ പ്രൈമറി SC/ST സൊസൈറ്റീസ് വരും. അങ്ങനെ 2 ടയർ കേട്ടോ. പിന്നെ നമ്മൾ ലാംസ് പഠിച്ചു. SC/ST ഫെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി ചോദിച്ചു കണ്ടിട്ടില്ല. ദേബാർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി കേട്ടോ. ദേബാർ കമ്മീഷനാണ് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ്ലി ഇവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഫെഡ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ വന്നത് ഈ ദേബാർ കമ്മിറ്റിയാണ്. ദേബാർ കമ്മീഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാണ്, അതുമായി കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലാംസ് പിന്നെ നമ്മൾ നോക്കി. ട്രിഫെഡ് അവരുടെ അപ്പെക്സായ ട്രിഫെഡ് നോക്കി. അപ്പോൾ അത്രയും. പിന്നെ അത് കഴിഞ്ഞ് അതേപോലെ കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് NSFDC എന്ന് പറയും. അതായത് ഈ നാഷണൽ ലെവലിൽ നമ്മുടെ ഇവർക്ക് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നാഷണൽ ലെവലിൽ ഉള്ള ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. ഡൽഹിയാണ് ആസ്ഥാനം. അതാണ് NSFDC എന്ന് പറയും കേട്ടോ. ഓക്കെ, അതായത് നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന NSFDCയുടെ വർഷം 1989. ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കേരജം ആരുടെ പ്രോഡക്റ്റ് ആണെന്നാണ് കേരജം പറഞ്ഞിട്ടുള്ളത്. കേരജം ആരുടെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ പ്രോഡക്റ്റാണ് കേരജം. നേരത്തെ നമ്മൾ ആൻസർ അടയാളപ്പെടുത്തി മാർക്കറ്റ് ഫെഡാണ് കേട്ടോ. ഓക്കെ, മാർക്കറ്റ് ഫെഡാണ് എന്ത്? കേരജം. മാർക്കറ്റ് ഫെഡ്. അപ്പോൾ മാർക്കറ്റ് ഫെഡുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? USA ആണ് കേട്ടോ. ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്നത് USA ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? 1915 എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഹൂബ്ലിയിലാണ് കേട്ടോ. കർണാടകയിലെ ഹൂബ്ലിയിലാണ് എന്ത്
പിന്നെ ഈ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം USA ആണ് നമ്മൾ വേൾഡ് ലെവലിൽ നോക്കുമ്പോൾ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഹൂബ്ലി കർണാടക 1915 കണക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കമ്മിറ്റി നോക്കുകയാണെങ്കിൽ ദന്തുവാല കമ്മിറ്റി, കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ് ദന്തുവാല കമ്മിറ്റി കേട്ടോ. അതും ഒന്ന് കണക്ട്. പിന്നെ മിർദ കമ്മിറ്റിയൊക്കെ ഉണ്ട്. കൂടുതൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് ആദ്യം കണക്ട് ചെയ്യുന്നത് നമ്മൾ ദന്തുവാല തന്നെയാണ്. പിന്നെ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും പറയുന്നുണ്ട് അല്ലേ, കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്, പ്രൈസ് സപ്പോർട്ട് പ്രോഗ്രാം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഫസ്റ്റ് നമ്മൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യുന്നത് ദന്തുവാല കമ്മിറ്റീനെ തന്നെയാണ് കേട്ടോ. ദന്തുവാല കമ്മിറ്റിയുടെ വർഷം 64-66 കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് ഫെഡാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ലെവലിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഫെഡാണ് അപ്പെക്സ് ആയിട്ടുള്ളത്. അപ്പോൾ 3 ടയറാണ് അവിടെ. ഫെഡറൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്, പിന്നെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസും ഉണ്ട് കേട്ടോ. ഓക്കെ. എന്നാൽ നാഷണൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ നാഫെഡാണ് മുകളിലുള്ളത്. നാഷണൽ ലെവലിലേക്ക് വരുമ്പം നാഫെഡാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ റൂള് പ്രകാരം അല്ലെങ്കിൽ ആക്ട് പ്രകാരം നമുക്ക് എന്ത് രൂപീകരിക്കാം? ഫെഡറൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് രൂപീകരിക്കാം. പക്ഷെ നമ്മുടെ അവിടെ ഫെഡറൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇല്ല. നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ അവിടെ മാർക്കറ്റ് ഫെഡിൻ്റെ താഴെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാർക്കറ്റ് ഫെഡ് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന, മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് 2 ടയർ സ്ട്രക്ചറിലാണ്. മാർക്കറ്റ് ഫെഡ് കഴിഞ്ഞാൽ താഴെ നേരെയുള്ളത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പം ആദ്യം നാഫെഡ്, പിന്നെ മാർക്കറ്റ് ഫെഡ്, പിന്നെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അങ്ങനെ 3 ടയറിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ 3 ടയറിലും നാഫെഡാണ് മുകളിൽ അപ്പെക്സ് വരിക. കേരളത്തിൽ നോക്കുമ്പം 2 ടയറാണ്. പക്ഷേ ആക്ട് പ്രകാരം നോക്കുമ്പം അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഫെഡറൽ ടൈപ്പ് പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ അവിടെ ഇല്ല, വർക്കിംഗ് ഇല്ല കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ടേമുകൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രസ് സെയിൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ റെഗുലേറ്റഡ് മാർക്കറ്റ്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലഡ്ജ് അഡ്വാൻസ്, ട്രേഡ് ക്രെഡിറ്റ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, പിന്നെ പൂളിംഗ് ഓഫ് ഫണ്ട്, അതുപോലെ തന്നെ മാണ്ടിയിൽ സെയിൽ നടത്തുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നിലധികമോ താലൂക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നിലധികം ഡിസ്ട്രിക്റ്റുകൾ ഉൾക്കൊണ്ടിട്ടും ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫെഡ് എന്നാണ് നിലവിൽ വരുന്നത്? 1960 ഓഗസ്റ്റ് 10 മാർക്കറ്റ് ഫെഡ് നിലവിൽ വരുന്നത് കേട്ടോ. ആദ്യം എവിടെയായിരുന്നു മാർക്കറ്റ് ഫെഡ്? ഇപ്പോൾ കൊച്ചിയിലാണ് ആസ്ഥാനമായിട്ടുള്ളത് അല്ലേ. പണ്ട്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് മാർക്കറ്റ് ഫെഡിൽ കാലിക്കറ്റിലുണ്ടായിരുന്നു. 1978 വരെ കാലിക്കറ്റിലായിരുന്നു. പിന്നെയാണ് നമ്മുടെ കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ചിലപ്പം അതൊക്കെ ചോദിക്കാം, അപ്പോൾ അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യുക. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ് ആദ്യം കാലിക്കറ്റിലായിരുന്നു. എത്ര നാൾ വരെയാണ് കാലിക്കറ്റിൽ? 78 വരെ കേട്ടോ. 60 സ്റ്റാർട്ട് ചെയ്തിട്ട് 78 വരെ അവിടെയായിരുന്നു. പിന്നെയാണ് എവിടേക്ക്, കൊച്ചിയിലേക്ക് നമ്മുടെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൗത്ത് മലബാർ ഡിസ്ട്രിക്റ്റ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലബാർ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ, ഇവരൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് ഫെഡ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഫെഡ് ഡിസംബർ 24, 1942 സ്റ്റാർട്ട് ചെയ്യുമ്പം മലബാർ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഓൾഡ് മലബാർ ഡിസ്ട്രിക്റ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് മാർക്കറ്റ് ഫെഡ് ഇപ്പം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മുടെ ഓൾ സ്റ്റേറ്റ് മൊത്തമാണ് പറയുന്നത്. എല്ലാ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസും, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിലൊരു മെമ്പറാണ്, നാഫെഡ് അതിലൊരു മെമ്പറാണ്. നാഫെഡ് ആണല്ലോ അവരുടെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നാഫെഡ് അവരൊരു മെമ്പറാണ്. പിന്നെ NCDC എല്ലായിടത്തും അങ്ങനത്തെ NCDC മെമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ്, അങ്ങനത്തെ MDകൾ അല്ലെങ്കിൽ RCS ഉണ്ടല്ലോ, അവരൊക്കെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ് കേട്ടോ. ഈ കമ്മിറ്റിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും രജിസ്ട്രാറും അങ്ങനത്തെ ആൾക്കാരും ഒക്കെ. ഓക്കെ. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ കേരജം എന്ന് പറഞ്ഞത് കേട്ടോ. കേരജം എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ഇവരുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് മാർക്കറ്റ് ഫെഡിൻ്റെ. അപ്പോൾ മാർക്കറ്റ് ഫെഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ, പിന്നെ സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു ഫെർട്ടിലൈസർ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ
ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ സൈറ്റിലൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ സൈറ്റിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയ കാര്യങ്ങളൊക്കെ കിട്ടും. കാരജം എന്താണ്? കാരജം അവരുടെ ബ്രാൻഡ് നെയിമാണ്. കോക്കനട്ട് ഓയിൽ കാരജമാണ് ബ്രാൻഡ് നെയിം. സൂര്യ എന്ന് പറഞ്ഞത് അവർ ഫെർട്ടിലൈസറാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സീസണിങ്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഫെഡ് നല്ല ഭംഗിയിൽ സീസണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഭംഗിയിൽ മേജർ സ്പൈസസ് ഒക്കെ ഗിഫ്റ്റ് ബോക്സസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് മാർക്കറ്റ് ഫെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സീസണിങ്സ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. അത് ഈ മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ തൃപ്തി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഫെഡിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ ഔട്ട്ലെറ്റാണ് തൃപ്തി സ്റ്റോഴ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പിന്നെ നാഫെഡിൻ്റെ കോപ്പറേറ്റീവ് ടൂർ എന്ന് പറഞ്ഞത് നാഫെഡിൻ്റെ ആണ് കേട്ടോ. നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ കാരജ മനസ്സിലായി, സൂര്യ മനസ്സിലായി, സീസണിങ്സ് തൃപ്തി. ഇത് നാലും ആരുമായി കണക്ട് ചെയ്ത് വെക്കുക? മാർക്കറ്റ് ഫെഡ്. ഒന്ന് കോക്കനട്ട് ഓയിലാണ്, സൂര്യ അവരുടെ ഫെർട്ടിലൈസറാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ സീസണിങ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ആണ്, സ്പൈസസിൻ്റെ ആണ് കേട്ടോ. സ്പൈസസ് അതാണ്. പിന്നെ ഇവരുടെ ഔട്ട്ലെറ്റാണ് തൃപ്തി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എത്ര നോമിനീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നോമിനീസാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. NCDC നിന്ന് നോമിനി ഉണ്ട്, ഒരു നോമിനി NCDC പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാനേജിങ് MD ആണ് ഇവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത്. MD ആണ്, മാർക്കറ്റ് ഫെഡിന് MD ആണ് ഉണ്ടാവുക. MDയും RCSും ഇവരുടെ, അതായത് രജിസ്ട്രാറും MDയും ഇവരുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും കമ്മിറ്റിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മാർക്കറ്റ് ഫെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇത്രയേ ഉള്ളൂ ക്ലാസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബാങ്കിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ കുറച്ച്, അതായത് ഇപ്പം 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞതിൽ 10ഉം ഇതിൽ 10ഉമായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്തതിൽ നമ്മൾ കുറച്ച് കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ അതിൻ്റെ ടോപ്പിക്കും കൂടി ഒന്ന് കവറപ്പ് ചെയ്ത് പോവുക. ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്തതെന്ന് ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ, ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കവർ ചെയ്തതിൽ ഒരു റിവിഷൻ ആയില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. താങ്ക്